വാട്ട് നോൺസെൻസ്. എന്താ ഉണ്ടോടെ കാണിച്ചു വെച്ചേക്കുന്നേ? പതിവ് കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. എന്ത് മനുഷ്യനാണല്ലേ ഇത്? ഓ, അങ്ങോട്ടേക്ക് കിട്ടുന്നവരുടെ തലവിധി അല്ലേടി. അതന്നെ. സർ, ഐ ട്രൈ മൈ ബെസ്റ്റ്. ബെസ്റ്റോ? ഇതാണല്ലോ എൻ്റെ ബെസ്റ്റ്. ഒരു പ്രസൻറ്റേഷൻ പോലും മര്യാദക്ക് ഉണ്ടാക്കാൻ അറിയാത്ത കാരണം എവിടെ നിന്ന് കിട്ടിയെടുത്താടോ? ഇതേ ഇന്നും വൈകുന്നേരത്തിന് എനിക്ക് പുതിയൊരെണ്ണം കിട്ടിയില്ലെങ്കിൽ യു വിൽ ബി ഫയർഡ്. മനസ്സിലായോ? ഗെറ്റ് ഔട്ട്. വൈശാലി, ദേ നിന്നെ വിളിക്കുന്നുണ്ട്. ആ, ദേ എനിക്കുള്ള വിളി വന്നു. അല്ല, ഇങ്ങോട്ട് ഇത് എന്തിൻ്റെ കടാ? ഇവിടെ നീ ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാ ദിവസവും രാവിലെ 10:00 എന്നെ മോൻ കണ്ടാൽ മാത്രമേ അവർക്ക് തൃപ്തിയാവുള്ളൂ. ആടി, ഞാനും ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് എന്താ അങ്ങനെയെന്നും. എന്താന്നാവും. എന്തായാലും ഞാൻ പോയിട്ട് എനിക്ക് കിട്ടാനുള്ളത് വാങ്ങിച്ചിട്ട് വരാം. സർ, മേ കം ഇൻ? കേറി വാ. സർ, എന്തിനാ വിളിച്ചേ? ഷെഡ്യൂളോ? അതെന്നാ സാറേ എന്നോട് ചോദിക്കുന്നത്? ഞാൻ എൻ്റെ സാറിൻ്റെ പി ഒന്നുമല്ലല്ലോ. ഓഹോ, ഇതൊക്കെ വയ്യാത്തോണ്ട് അത് തന്നെ ഏൽപ്പിച്ചെന്നാണല്ലോ അവള് പറഞ്ഞത്. എന്നെയോ? അയ്യോ, മറന്നു. സോറി സാർ, ഞാനത് മറന്നുപോയി. ഇപ്പം തന്നെ ഞാൻ ഇടയ്ക്ക് കൊണ്ടുവരാം. ജസ്റ്റ് എ മിനിറ്റ്. ഹൗ ക്യാൻ യു ബി സച്ച് ആൻ ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്? ഒരു കാര്യം പറഞ്ഞാൽ അത് ഓർത്ത് ചെയ്യാനുള്ള ബോധം പോലും തനിക്കില്ലേ? അതെങ്ങനെയാ പട്ടിക്കാട്ടിൽ നിന്നല്ലേ കെട്ടിയെടുക്കുന്നത്? ഓ ഗോഡ്, ഫോർ ഗോഡ് സേക്ക്, ഇവിടെ നിന്ന് അറിയില്ലേ? വേഗം പോയി ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തോണ്ട് വാ. ഗെറ്റ് ഔട്ട്. ഇന്ന് കുറച്ച് കൂടിപ്പോയോ? അവൾ കരഞ്ഞല്ലോ. ഞാൻ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറയുകയും ചെയ്തു. അയ്യോ, എന്തു പറ്റിയടി? എന്തിനാ നീ കരയുന്നേ? കരേ? ആര് കരഞ്ഞ്? എൻ്റെ പട്ടി കരയും. എന്നാ പട്ടി കരച്ചിലെടുത്ത് ഇത്. ഐ മീൻ, എടി നീ ഒന്ന് കൂളാവും പോട്ടെ. എനിക്ക് നല്ല ദേഷ്യം വന്നിട്ട്. പിന്നെ എനിക്ക് ദേഷ്യം വന്നോട്ടൊക്കെ അറിയണേ, അല്ലാണ്ട് എനിക്ക് വിഷമമുണ്ടായിട്ടല്ല. പോട്ടെ, സാരമില്ല, കരയല്ലേ. എനിക്ക് മടുത്തടി. ഇവിടെ എങ്ങനെ ഒരു വർഷം ഞാൻ പിടിച്ചേക്കും. എനിക്ക് നിർത്തി പോണം. കാലപ്പാടിട്ട് തലയിലിട്ട് നീ പട്ടിയുടെ പറ്റിയിരുന്ന് മോങ്ങാണ്ട് പോയി പണിയെടുക്കാൻ നോക്കി, അല്ലെങ്കിൽ അടുത്ത പണി തരങ്ങ് വരും. പോ. താൻ നല്ല വെൽ ഓർഗനൈസ്ഡ് ആണ്. അതുകൊണ്ട് നീത പോയാൽ പിന്നെ ആ പോസ്റ്റിലേക്ക് തന്നെ ഞാൻ ആലോചിക്കാം. അതിനെക്കാളും വരെ ഞാൻ പോയി ട്രെയിനിൽ തല വയ്ക്കുന്നതാ. താൻ എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ ഇല്ല സാർ, ഞാൻ സാറിൻ്റെ ഇഷ്ടം പോലേന്ന് പറഞ്ഞതാ. ഇവിടെ ഈ പറഞ്ഞതിൽ ചെറിയൊരു ആക്കലിൻ്റെ ചെവിയില്ലേ? ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. സമയം 11 മണിയായല്ലോ. അങ്ങോരെ കാണാമല്ലോ അല്ലെടി? നോക്കി, എന്ത് ശാന്തത ഇവിടെ. എടി, നീ വന്നേക്കാളും മുമ്പ് ഏതോ ഒരുത്തി സാറിൻ്റെ ക്യാബിനിലേക്ക് കയറിപ്പോണ കണ്ടായിരുന്നു. മേ ബി അതിനൊഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. സാറിൻ്റെ ഫിയോൺസെ എന്നൊക്കെ പറയുന്നേ. ഫിയോൺസിനെ ഒഴിവാക്കിയേ? എന്താ നീ അങ്ങനെ പറഞ്ഞേ? ആവോ അറിയില്ല, സാറിന് വലിയ താല്പര്യമില്ല എന്നാ ഞാൻ അറിഞ്ഞേ. ചിലപ്പോൾ വെറുതെ ചുമ്മാ ഗോസിപ്പുണ്ടാക്കി പറയുന്നതായിരിക്കും. പക്ഷെ അവരുടെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞു, അതുറപ്പാ. എൻഗേജ്മെൻ്റ് കഴിഞ്ഞെന്നോ? എപ്പോ? അത് നീ എന്നെക്കാളും മുമ്പാ, അതുകൊണ്ടാ നീ അറിയാഞ്ഞേ. ഓ അതെല്ലേ. എടി, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാവേ. ആടി, പോയിട്ട് വാ. എന്നാലും ഞാനെന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നേ? എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ലല്ലോ. അങ്ങോരാരെ കിട്ടിയാലേ എനിക്കെന്താ? അല്ലേ അല്ലേ? എനിക്ക് അറിഞ്ഞൂടെ പുല്ല്. അങ്ങോട്ട് ഇടയ്ക്ക് അവിടെ നോട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി എനിക്ക് തോന്നിയതായിരിക്കും. അങ്ങോട്ട് ചുമ്മാ നോക്കുന്നതായിരിക്കും അല്ലേ? അതത്രേ ഉള്ളൂ, അത് അവിടെ തീർന്നു എന്നും പറഞ്ഞു. അങ്ങോരാരെങ്കിലും കിട്ടിക്കോട്ടെ. അങ്ങോട്ടൊരു കാലമാടന തെണ്ടി പട്ടിച്ചെട്ടയാ. അതുകൊണ്ട് നീ സേഫാ. അങ്ങോട്ട് കൂടെ എങ്ങനെ പോയി ജീവിക്കേണ്ടി വന്നാ ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ വൈശാലി, കമോൺ, നീ ഇപ്പം ഹാപ്പിയാ, അതോർത്ത് സന്തോഷിക്കേ. കമോൺ.
ലീവ് ഇറ്റ്. ഓൾ കൂൾ, ഓൾ കൂൾ. ഐ എം ഓക്കെ. എടി അങ്ങോട്ട് വന്നിട്ടോ. ദേ നിന്നെ അന്വേഷിച്ചു. എന്നെ അന്വേഷിക്കേ? എന്തിന്? ആവോ അറിയില്ല. നേരത്തെ കയറിപ്പോയ അങ്ങോട്ട് ഫിയോൺസി ഇല്ലേ, അങ്ങോട്ട് കയറി അപ്പം തന്നെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. നിന്നോട് വേഗം ചെല്ലാൻ പറഞ്ഞു. സർ, മേ കമൻ? കാമൻ. പക്ഷെ അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു, അത് ഉറപ്പാ. എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നേ? വാ, വന്നിരിക്കേ. താങ്ക് യു സർ. ഇയാളൊക്കെ പിന്നെയും തുടങ്ങി. ഇങ്ങോട്ടിരുന്ന് ഇങ്ങനെ നോക്കി സഹിപ്പിക്കുന്നു. ഇയാൾക്ക് മര്യാദ പോകിക്കൂടെ? സാർ ഇപ്പോൾ വിളിച്ചിട്ട് ഇതുവരെ എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞില്ല. യു വർ ജസ്റ്റ് സ്റ്റെയറിങ് അറ്റ് മീ. എന്തെങ്കിലും കാര്യമുണ്ടോ? തന്നോട് ഇവിടെ വന്ന് വെറുതെ ഇരിക്കാനല്ലേ ഞാൻ പറഞ്ഞോളൂ, അല്ലാതെ വർക്കൊന്നും തന്നില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഷട്ട് അപ്പ് ആൻഡ് സിറ്റ്. യെസ് സർ. ഹലോ. യെസ് മിസ്റ്റർ ദാസ്, പറഞ്ഞോളൂ. ഓക്കെ, ജസ്റ്റ് ഗിവ് മീ 10 minutes. I'll be right there. Okay. സർ ഞാൻ You can go back and work. താങ്ക് യു സർ. പെണ്ണിനിയുടെ ഭംഗി കൂടിക്കൂടി വരുവാണ്. എന്ത് രസം കാണാൻ, കണ്ണെടുക്കാനേ തോന്നുന്നില്ല. എസ്പെഷ്യലി those lips. ഉഫ്, എന്തായാലും സ്ട്രെസ് ഒന്ന് കുറഞ്ഞിട്ട് പാവം എനിക്ക് വട്ടാന്ന് വിരിച്ചിട്ടുണ്ടാവും.